മൂകാംബികയിലെത്തി രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് കുടജാത്രയിലോട്ടുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തത്. രാവിലെ 8 മണിക്ക് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ജീപ്പ് സ്റ്റാൻഡിൽ ഇതേ കുടജാത്രയിലോട്ടുള്ള ജീപ്പുകൾ വരിവരിക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. 8 പേരാണ് ഒരു വണ്ടിയിൽ അവർ കൊണ്ടുപോവുക. ഒരാൾക്ക് 470 രൂപ ചാർജും ആവും. കുറച്ചധികം ദൂരം നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര. 40 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാലേ നമ്മൾ കുടജാത്രയിൽ എത്തുള്ളൂ. അതിലൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കിലോമീറ്റർ ഒരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് അയാൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പിടിച്ചിരിക്കണം, തലമുട്ടും, സൂക്ഷിക്കണം, മുറിയാവാതെ നോക്കണം എന്നൊക്കെയുള്ള കാര്യം. കാരണം മഴയും കൂടെ ആയതുകൊണ്ട് ആ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ണും പൂട്ടിയാണ് ഇരുന്നിട്ടുള്ളത്. എങ്ങനെയാണ് അവർ ആ വണ്ടി മറിയാതെ കൊണ്ടുപോയത് എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. മഹീന്ദ്രയുടെ ജീപ്പിന് ഇതിലും വലിയൊരു പ്രൊമോഷൻ ഇനി വേണ്ടാന്ന് എനിക്കൊരു പക്ഷേ തോന്നിയിട്ടു ആ യാത്രയിൽ. അപ്പോൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട ആ യാത്രയ്ക്കൊക്കെ ശേഷം കുടജാത്രയിലെത്തി. ഇനി 2 കിലോമീറ്റർ നമ്മൾ നടക്കണം. നല്ല കുത്തനെയുള്ള മലയാണ്. ഓരോ സ്ഥലത്തും ഓരോ ടെറൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില സ്ഥലത്ത് ഇങ്ങനെ കല്ലാണ്, ചില സ്ഥലത്ത് അത് ചരലാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലത്ത് കയറുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ കംപ്ലീറ്റ് കൊക്കയാണ്. പക്ഷെ നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. കാരണം നമ്മളില്ലെങ്കിൽ ഇങ്ങനെ ട്രക്കിംഗ് ആയിട്ടൊന്നും ചിലപ്പോൾ പോവില്ല. ഇങ്ങനെയൊക്കെ ഓരോന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഒരു ട്രക്കിങ്ങിന് വേണ്ടി മല കയറാൻ പോകും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്കിതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനായി. അതുകൊണ്ട് തന്നെ മൂകാംബികയിൽ വരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് തന്നെയാണ് പോവാറുള്ളത്. നമുക്ക് ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുപോകാം. പക്ഷേ കൊണ്ടുപോകുന്ന ബോട്ടിലിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കണം. തിരിച്ച് വരുമ്പം ആ കുപ്പി കാണിച്ചാൽ അവരത് തിരിച്ചു തരികയും ചെയ്യും കേട്ടോ. കാരണം അത് വേണം. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള കാടാണ്. അതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം കാര്യമാണ്. ഓരോ പോയിന്റിലെത്തുമ്പോഴും നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. കോടയൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് നല്ല ക്ലിയർ വിഷ്വൽസും കിട്ടി. നല്ല തണുത്ത കാറ്റും നമ്മൾ ഈ ഫ്രഷ് എയർ ശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് ഫീൽ ചെയ്തു അവിടെ ചെന്നപ്പോൾ. അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ദേ ലാസ്റ്റ് ദ ഗ്രേറ്റ് സർവജ്ഞ പീഠത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശങ്കരാചാര്യർ ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തപസ്സിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഈ മൂകാംബിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഒരു ദിവസമെങ്കിലും അവിടെ മലയാളികൾ വന്നിട്ടില്ലെങ്കിൽ അന്ന് ദേവി ഇറങ്ങി പോകുമെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ദിവസം അവിടെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചു നേരം കണ്ട് അവിടുത്തെ ഫ്രഷ് എയറും കാറ്റും ഒക്കെ ആസ്വദിച്ച് 1.5 മണിക്കൂറാണ് നമുക്ക് അവർ സമയം തന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കണ്ട് താഴോട്ട് ചെല്ലണം. അപ്പം അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. നല്ല തണുത്ത വെള്ളത്തിൻ്റെ ഒരു ഉറവയായിരുന്നു അത്. രാവിലെ 8 മണിക്ക് പോകുന്ന ഞങ്ങൾ ഉച്ചയ്ക്ക് 12:30-ക്കാണ് പിന്നീട് മൂകാംബികയിൽ തിരിച്ചെത്തിയത്. അപ്പം അത്രയും സമയം കണ്ടിട്ട് വേണം നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യാൻ. അപ്പം അഡീഷണൽ ഒരു ദിവസം കൂടി നിങ്ങൾ മൂകാംബികയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവരും വരണം കേട്ടോ.